ഹലോ ഗായ്സ്, വെൽക്കം ടു സ്പൈ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഫ്രീ ഫയർ ആണ്. നമ്മൾ ഫ്രീ ഫയറിൽ നിന്ന് നോ ക്യാരക്ടർ സ്കിൽ ചലഞ്ചാണ് കളിക്കാൻ പോകുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെപ്പൺ സ്കിന്നില്ലെങ്കിലും കുഴപ്പമില്ല, വെപ്പൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കയ്യെങ്കിലും അടിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നല്ല ക്യാരക്ടർ സ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല, ക്യാരക്ടർ സ്കിൽ ഇല്ലെങ്കിൽ. പിന്നെ പുതിയ ഇവൻ്റൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ എക്സ്ട്രാ മാപ്പാണ് ഇപ്പോൾ കിട്ടിയുള്ളത്. ഞാൻ എക്സ്ട്രയിൽ മറ്റേ മാർസൊക്കെ ഉണ്ടാവില്ലേ, ഭൂമിയൊക്കെ ഉള്ള സോളാർ സിസ്റ്റം, അവിടെയാണ് ഇറങ്ങിയത്. എന്നിട്ട് അവിടെ നിന്ന് നല്ല ലൂട്ടൊന്നുമില്ല. ഇവിടെ പിന്നെ 2-3 എനിമീസൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നൈസായിട്ട് മോളിക്ക് കണ്ട് കയറി നോക്കാമെന്ന് വിചാരിച്ച് മോളിൽ കയറിയ ഫൈറ്റ്, അവിടെ കുറച്ച് എനിമീസ് ഫൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഇവിടെ എനിമീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അവിടെ ആ വെൻഡിങ് മെഷീൻ്റെ അവിടെ ഒന്ന് ഒളിച്ചിന്ന് അവിടെ 2 പേര് ഫൈറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ആ എനിമിനെ അവിടെ ചാടി അടിക്കാമല്ലോ. പിന്നെ അവിടെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഒരു എനിമി ചത്ത്, ഒരു എനിമി കളി എടുത്ത്. ഞാൻ പിന്നെ എന്താ ചെയ്ത് കുറച്ച് ഡാമേജൊക്കെ എടുത്ത് അപ്പോഴേക്കും ഞാൻ എനിമിയൊക്കെ കാണുകയും ചെയ്ത്. പിന്നെ കുറച്ച് നേരം ഞാനിവിടെ ഇങ്ങനെ നിന്ന്. രണ്ടാമത് ഞാൻ പോവാന്നിട്ട് എടുത്ത് ചാടാൻ നിന്ന്. പിന്നെന്താ എടുത്തണ്ട് ചാടും ചെയ്ത്. എനിമിയോട് ഒളിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഞാൻ നല്ല ഡാം കൊടുത്തെങ്കിലും ഇതെന്താ ഡാം കാണിക്കാതെ, ഡാം കാണിക്കുന്നില്ല ടൈല്. ഞാൻ നല്ല ഡാം കൊടുത്തിരിക്കണു, പക്ഷേ അത് വല്ല ഹീലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ സ്ഥലത്ത് ഇറങ്ങാൻ, ഈ എനിമി ഇല്ലാത്ത സ്ഥലത്ത് നൈസായിട്ട് ഇറങ്ങിയാൽ ഒരു എനിമി കൊല്ലൂലല്ലോ. ഞാൻ പിന്നെ അവിടെ ഇറങ്ങി നൈസായിട്ട് ലൂട്ടൊക്കെ എടുത്ത് സെറ്റായി. അവിടെ പിന്നെ എനിമീസൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് പിന്നെ സോണൊക്കെ കയറാറായപ്പോൾ ഞാൻ പെട്ടെന്ന് ലൂട്ട് എടുക്കാൻ തുടങ്ങി. പിന്നൊക്കെ ഞാനിവിടെ അങ്ങനെ ഒന്ന് ഇവിടെ നല്ല ലൂട്ടൊക്കെ ഉണ്ടാവുമോ, എനിമി ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ അങ്ങനെ നിന്ന്. ഇവിടെ എനിമീനും ലൂട്ടിനും ഒന്നും കണ്ടില്ല. പക്ഷേ ഞാൻ പിന്നെ ഈ സൈഡിലേക്ക് വന്ന്. ഇവിടെ പിന്നെ കുറേ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ വിചാരിച്ച് കുറച്ച് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ഈ വീടൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ പെട്ടെന്ന് കയറിയ എനിമിയുടെ അടി കൊള്ളാതെ പെട്ടെന്ന് ഇവിടെ എത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒളിച്ചു നിന്ന്. വണ്ടി അവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയി നിന്ന്. ഞാനാണെങ്കിൽ അടിക്കുമ്പോഴേക്കും വേറൊരു എനിമി പോയി ആ എനിമീനെ തട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറേ നോക്കി, ആ എനിമീനെ കാണാനില്ല. അപ്പോഴേക്കും ആ എനിമി വേറെ വണ്ടി എടുത്ത്, ആ കൊന്ന എനിമി വേറെ പോയി വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഫുള്ളും ആ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുന്നേ. ഞാനാണെങ്കിൽ വെറുതെ അടി കൊണ്ട് ചാണ്ടാന്ന് ചോദിച്ചിട്ട് അവിടെ ഒളിച്ചിരുന്നേ. കയ്യിലും ആകെ മാഗും SIT ഉള്ളൂ. മാഗിനാണെങ്കിൽ ഉണ്ടൊക്കെ ഉണ്ട്, എന്നാലും എനിമി വണ്ടി പിടിച്ചിടും. അതിൻ്റെ നല്ല ഗണ്ണുണ്ടെങ്കിൽ ഇന്നലിപ്പോൾ അടിച്ചിടും. എൻ്റെ ഗ്ലൂ ആളും കുറച്ച് മെടുക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് നല്ലൊരു അടിയുണ്ട് അടിച്ച്. ഞാനാണെങ്കിൽ അപ്പോഴേക്കും കവർ എടുത്തിട്ട് സൂപ്പർ മെഡ് ഉള്ളതുകൊണ്ട് ആ സൂപ്പർ മെഡ് അടിച്ച്. അപ്പോഴേക്കും സോണും എനിമിയും ഗ്ലൂ ആൾ കഴിയലും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. പിന്നെ മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചിട്ട് പിന്നെ എൻ്റെ ജോയ്സ്റ്റിക്ക് ഉണ്ട് അനങ്ങിപ്പോയി. ഞാൻ പിന്നെ എൻ്റെ ഫാസ്റ്റ് പോവുമല്ലോ, അത് അങ്ങോട്ട് കൂട്ടി. പിന്നെ പെട്ടെന്ന് മെഡടിച്ചാൽ അല്ലെങ്കിൽ എപ്പോൾ തീരേണ്ടതാണ്. ഞാൻ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു 22 ആൾക്കാരിൽ ഞാൻ ഇപ്പോൾ ഡെഡായിരുന്നു. പിന്നെ എനിമിയൊന്നും അങ്ങനെ അടിച്ചില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ വളഞ്ഞോടി. അപ്പോൾ എനിമിക്ക് എന്നെ ഇത് കിട്ടൂലല്ലോ. അപ്പം ഞാൻ ആ സൈഡിൽ കൂടെ ഓടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വെറുതെ ഫൈറ്റ് തടി അടിക്കാൻ നിന്നില്ല. എവിടെ നിന്നാണ് ആ എനിമീസ് അടിക്കണമെന്ന് ഞാൻ നൈസായിട്ടൊന്ന് നോക്കി. പക്ഷേ ഒന്നാമത്തെ എനിമീനെ ആ എയർ ഡ്രോപ്പിൻ്റെ സൈഡിൽ കണ്ട്, രണ്ടാമത്തെ എനിമീനെ കാണാനില്ല. പിന്നെ എൻ്റെ ഗണ്ണൊന്ന് എസ്കേസ് ആക്കിയിട്ട് ഞാൻ അപ്പോഴേക്കും ആ എനിമിയുടെ സ്ഥലത്ത് സോൺ വന്നു. ഞാൻ നല്ലാണ്ട് അടി വെച്ചെടുത്തി. ആ എനിമിയുടെ ഒരു സോണി ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. സോണിൻ്റെ ഇതൊക്കെ തട്ടി ആ എനിമി അങ്ങനെ ഡെഡായി. അപ്പം ഞാൻ പെട്ടെന്നുണ്ട് പോയി. ഒരു കില്ലെങ്കിലും ഉണ്ടായാലോ. അവസാനം നട്ട് ആണ്ട് പോയി. ഞാൻ പിന്നെ സോണിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തിട്ട് കുറച്ചൊക്കെ ആകുമ്പോൾ ചത്താലും കുഴപ്പമില്ല. അപ്പോഴേക്കും ഒരു എനിമി ഉണ്ട് വന്നില്ലേ. ഞാൻ മാഗെടുത്ത് ഫുൾ കുത്തിപ്പിടി. ആ എനിമി ബൈസണായിരുന്നു. ഞാൻ പിന്നെ ആ എനിമിക്കും കുറച്ച് ഹെൽത്തുള്ളൂ, പക്ഷേ നമ്മളപ്പോഴേക്കും ഡെഡായി ഗൈസ്. അപ്പോൾ നമുക്കൊരു 33+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.